എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പോൾ ദേ ഇന്ന് ഒരു 8:30 മണിയായിട്ടാ നമ്മൾ ദേ റെഡിയായി ഒരു സ്ഥലത്ത് പോകാൻ പോകണേ. ഇന്ന് മാത്രമല്ല, ഇനി തുടർ എല്ലാ ദിവസവും ഈ സമയമാകുമ്പോഴാ, അല്ലെങ്കിൽ സമയത്തിന് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, അതൊന്നും അറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പോണേണ്. വേറെ ഒന്നിനുമല്ല, ഞാൻ ഇന്ന് ആദ്യമായിട്ട് എവിടെ പോകാൻ പോണേ? സുധു, ജിമ്മിൽ പോകാൻ പോണ്. അതിനുള്ള തയ്യാറെടുപ്പാണ്. എത്ര ദിവസത്തേക്കാണെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഒരാഗ്രഹം, നമ്മുടെ കൂട്ടുകാരുടെ പള്ളിയുടെ അടുത്ത് തന്നെ ജിമ്മ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സഞ്ജുവും അച്ചും അവിടെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തന്നാൽ പിന്നെ ഞാനും പോയേക്കെ. കുറച്ച് ഹെൽത്ത് പരമായിട്ട് അത്ര നല്ലതൊന്നും അല്ലല്ലോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ PCOD കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്തായാലും എക്സസൈസ് നല്ലതാണെന്ന് എല്ലാവരും എപ്പോഴും പറയണത് കൊണ്ട് തന്നെ നമുക്ക് ജിമ്മിൽ പോവാം അല്ലേ? അതെ. അയ്യോ, തുണിയാണെങ്കിൽ ഇന്ന് വെയില് തെളിഞ്ഞാറുന്ന തുണികൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കണം, വന്നിട്ട് വേണം മടക്കാനായിട്ട്. അതുകൊണ്ടൊക്കെ തിരിഞ്ഞിക്കാം. അപ്പോൾ അതേ പോകാൻ വേണ്ടി സഞ്ജുവും അച്ഛനും ഒരു 8:15 വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോകാൻ കരുതി. അപ്പോൾ ഈ സമയമാകുമ്പോൾ നല്ല ഫ്രീ ആണല്ലോ. സുധുവിൻ്റെ പഠിത്തവും ഏകദേശമൊക്കെ കഴിയും. അപ്പോൾ സമാധാനമായിട്ട് പോയി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ എന്താണ് സംഭവങ്ങൾ, കുട്ടീനെ ആക്കാൻ പോണേന്. അതെ, കുട്ടീനെ ആക്കാൻ പോണേന്. അച്ഛൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ണനാണെങ്കിലും പോയി സെറ്റായിട്ട്, അമ്മയാണെങ്കിലും അടിപൊളിയായിരിക്കും ശ്രുതി. അപ്പോൾ ശ്രുതിയും പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സുനിച്ചേട്ടനാണെങ്കിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നെ. സുനിച്ചേട്ടൻ അവിടെ പോകണമായിരുന്നു. സുനിച്ചേട്ടൻ്റെ പാൻറ്റൊക്കെയാണ് ഞാൻ എടുത്തിട്ടേക്കണതെന്ന്. അപ്പോൾ സുനിച്ചേട്ടനും അവിടെ സെറ്റായിട്ട് പോകണമായിരുന്നു. എന്നോട് പറഞ്ഞത് നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളതൊക്കെ. സുധപ്പനായിരിക്കും വീഡിയോ എടുക്കാൻ പോകണം. ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനത്തെ ഞാൻ കാവടി തുള്ളി നമ്മുടെ ജിമ്മിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ജിമ്മ് കാണുന്നതും ജിമ്മിലെ സാധനങ്ങളൊക്കെ കാണുന്നതും. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ നേരിട്ടൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സഞ്ചപ്പൻ അവിടെ എന്താണ്ടൊക്കെ ചെയ്യേണ്ടത്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എന്നോട് അവിടുത്തെ സാറ് പറഞ്ഞത് നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചേച്ചിനൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് എല്ലാം കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി കഴിഞ്ഞ് വന്നവർക്കൊക്കെ ഈ സമയം കറക്റ്റാണല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഒരേ കൂട്ടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെയും ഇതുപോലെ വരും ദിവസങ്ങളിൽ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഞാനിങ്ങനെ നോക്കി താഴോട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ പള്ളിപ്പടിയൊക്കെ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഇങ്ങനെ 3-ാം നിലയിലാണെങ്കിലും നമുക്കിങ്ങനെ നന്നായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പരിചയത്തിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണൻ്റെ കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. സുധു അവിടെ ഇങ്ങനെ ഓരോ കൂട്ടങ്ങളൊക്കെ എടുത്ത് പൊക്കി നോക്കണൊക്കെ ഉണ്ട് കേട്ടോ, പൊക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോഴേക്കും എനിക്ക് നിന്ന് കാല് കഴിച്ച് അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും സുധു അവിടെ ഇവിടെയൊക്കെ നടക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ജിമ്മിലൊക്കെ പോയി അവിടെ നമ്മളിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണിച്ചൊക്കെ തരായിരുന്നു നമ്മുടെ സാറെന്ന് പറയുന്നത്. ആശാനാണ് കേട്ടോ. സഞ്ജു അച്ഛൻ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആശാൻ തന്നെ വിളിക്കാമെന്ന് കരുതി. നമ്മുടെ കണ്ണനെയൊക്കെ പോലെ ചെറിയൊരു പയ്യനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ഇങ്ങനെ സ്റ്റുഡൻറ്റ് പോലെ ചേച്ചിനോട് ചേച്ചി അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ തന്ന് സെറ്റാണ്. അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പോൾ കണ്ണൻ്റെ 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ തിരക്കും അത്യാവശ്യമുണ്ട്. 2 ട്രെയിനർമാരും കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ സമയത്തും ചേച്ചിമാരൊക്കെ ഉണ്ട്. അങ്ങനെ സെറ്റാണ്, കുഴപ്പമില്ല. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ചെയ്യേണ്ട രീതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ചെയ്യാം. നമുക്ക് സെറ്റായിട്ട് അടിച്ചു പൊളിച്ച് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയണത്. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് 2-3 നമ്മുടെ തുണികളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. യൂണിഫോമൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകിയിടാറാണ് പതിവിട്ട്. അങ്ങനെ കഴുകിയിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ അടുക്കളയിലൊന്നും കയറിയിട്ടുണ്ടായില്ല. ചോറ് ഇരിപ്പുണ്ട്, ഇന്നലത്തെ കുറച്ച് റൈസ് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ചോറും റൈസും കഴിക്കുക. പിന്നെ ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ വന്നിട്ട് എന്തെങ്കിലും പെരട്ടി വറക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. അപ്പോൾ സുധുവിനൊരാഗ്രഹം ചിക്കൻ വറക്കണ്ടാമേതേ. തുണി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, തുണി മടക്കണം. സുധുവിനൊരാഗ്രഹം അമ്മ ഞാൻ ചിക്കൻ. അതേ സുധപ്പനാണെങ്കിൽ വെളുത്തുള്ളി പൊളിച്ചിട്ടുണ്ട് എനിക്ക്. കറിക്കുള്ള സാധനങ്ങളൊക്കെ അമ്മ അരിയും. അതെ, ഞാനെല്ലാം അരിഞ്ഞ് എല്ലാം സെറ്റാക്കി കൊടുക്കാന്നാണ് പറഞ്ഞേക്കണത്. ഞാൻ എന്താ ചിക്കനൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം, ഞാനും കൂടി വരാം. അരിയലും ഒക്കെ ആണെങ്കിൽ പോലും ഞാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് സുധു എന്റെ നേതൃത്വത്തിൽ സുധു ചിക്കൻ കറി വെക്കുമല്ലേ. അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണം. അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അല്ലെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എന്റെ ജിമ്മ്? ചെയ്തിട്ടില്ല, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. സുധുവാണെങ്കിൽ 25 കിലോന്റെ വെയിറ്റാ. 200 കിലോ 20
5 കിലോ പൊക്കണൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ നിന്ന്. 20 കിലോ പൊക്കാൻ നോക്കിയിട്ട് വായത് സുധുവിന് നമുക്ക് വഴിയെ വലുതാകുമ്പോ വിടാം ജിമ്മിലൊക്കെ അല്ലേ സുധു? സുധു പിന്നെ കണ്ടുപഠിക്കാനുള്ള അവസരം ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം അല്ലേ. നമ്മളൊക്കെ ഞാൻ ആദ്യമായിട്ടാ ജനിച്ചിട്ട് ഒരു ജിമ്മിൽ കയറുന്നത്. അല്ല നിങ്ങൾക്കൊക്കെ ഇപ്പോഴേ ഇത്ര പ്രായത്തിലേക്ക് കയറാറായി. ഞങ്ങളൊക്കെ അതേ വയസ്സാവാറായപ്പോഴാണ് ജിമ്മിലൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോ നമ്മള് ജിമ്മിലൊക്കെ പോയി നമ്മൾ സെറ്റ് ആവും അല്ലെ? ബോഡിയൊക്കെ അമ്മയും മോനും സെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റേ എവിടെയെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഫിറ്റ്നസിനൊക്കെ വേണമെങ്കിൽ നല്ല മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാം. പൊക്കിനും പിടിക്കും അതൊക്കെ അങ്ങനെ വീണ വീഡിയോസ് ഒക്കെ ഞങ്ങൾ വരുന്നതാണ് ഇനി വരും ദിവസങ്ങളിലൊക്കെ എന്തായാലും നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്റെ പൊട്ടത്തരം മണ്ടത്തരം ഒക്കെ സുധു ക്യാമറയിൽ പകർത്തുന്നതായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കാന്ന്. എന്നാ വേഗം പോയി ചിക്കൻ കറി റെഡിയാക്കാൻ. കുളിച്ചിട്ടില്ല കേട്ടോ, ഞാൻ കുളിക്കണം. കുളിച്ച് വന്നിട്ട് വേണം റെഡിയാക്കാൻ. അപ്പോഴേക്കും സുധുവിനെ നമ്മൾ വെളുത്തുള്ളി 2-3 പൊളിച്ച് വെക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൊളിക്കാനായിട്ട് പുള്ളി നിന്നതാണ്. പൊളിക്കല് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, തൊലി കളയില്ലെന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പൊ പോയി കുളിച്ചിട്ട് വരാം അല്ലേ? അങ്ങനെ ദേ നമ്മൾ നമ്മുടെ തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തുണി ഒരുപാടുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴുണ്ടടാ നമ്മളെന്താണ് സുധു ചെയ്തത്? കഴിക്കണ വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നു എന്ന്. തുണിയൊക്കെ മടക്കി വെച്ച് സമയമായില്ല എന്ന് പറഞ്ഞ് ചോറൊക്കെ എടുത്ത് ചോറും ചിക്കനൊക്കെ എടുത്ത് വേഗം തന്നെ കഴിച്ച് അല്ലേ? എൻ്റെ കഴിക്കല് കഴിഞ്ഞ് സുധു കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കഴിക്കല് കഴിഞ്ഞ് ഞാൻ സുധുവിനോട് കാത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുധു നമ്മൾ ചിക്കൻ കറിയും ചോറും കഴിക്കുന്ന വീഡിയോ എടുത്തില്ലടാ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് തുണി മടക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരത്തി ചേച്ചി വിളിച്ചു. അങ്ങനെ ചേച്ചിയോട് വർത്താനം പറഞ്ഞ് പിന്നെ ചോറെടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്ന് കഴിച്ച് ചേച്ചി അങ്ങോട്ട് കട്ടാക്കി പോവുകയും ചെയ്ത്. ഞങ്ങളാണെങ്കിൽ കഴിച്ചും കഴിഞ്ഞു. എങ്ങനെയുണ്ട് കറി? കറി നല്ലതാണ് കേട്ടോ, അത്യാവശ്യം എല്ലാം ഇതായിട്ട്. സുധു എൻ്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ചിക്കൻ കറി ആദ്യമായിട്ടല്ല മുമ്പ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചിക്കൻ കറി, കുഴപ്പമില്ല അത്യാവശ്യം. അപ്പോൾ അവൻ ചിക്കൻ കറി ഉണ്ടാക്കാനും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ഉണ്ടായിരുന്ന അടുക്കളയിൽ. ഞാനിപ്പോൾ തുണി മടക്കണം, അതിൻ്റെ ഇടയ്ക്ക് വരുന്നവരെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ രാത്രിയിലത്തെ കൊച്ചു വിശേഷം അല്ലേ? അതെ. അപ്പം നമ്മുടെ കൊച്ചു വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറഞ്ഞോട്ടാ. അപ്പം അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ.